പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. വളരെ ദുഃഖത്തോടും അതീവ വേദനയിലും കരഞ്ഞ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ സന്തോഷം, നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ചൈതന്യം, മടങ്ങി ഇനി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ആ സന്തോഷത്തെ അതേ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും തിരുവചന ഭാഗങ്ങളെ ശ്രവിക്കുക. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. വളരെ സുപരിചിതമേറിയ ഒട്ടനവധി ദൈവിക സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചിന്തയ്ക്കായി നൽകി തന്നത്. വീണ്ടും ചൈതന്യം നൽകുന്ന, വീണ്ടും സന്തോഷത്തെ മടക്കിത്തരുന്ന വലിയവനായ ദൈവത്തിൻ്റെ മഹത്വമാർന്ന കരം. അതേ പ്രിയമുള്ളവരെ, ഇനിയും ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമോ? ഇനിയൊരു നല്ല കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഇനിയും സന്തോഷിക്കാനും ആനന്ദിക്കുവാനും കഴിയുമോ എന്ന് വേദനയോടെ പറഞ്ഞ ചില നിമിഷങ്ങളെ ഓർത്ത് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി ദൂത് കൈമാറുന്നു. നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ, മടക്കി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ, ഈ നിരാശയിൽ എന്നും തുടരുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ ചില വ്യക്തികളെ നോക്കി, ചില വിഷയങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ചൈതന്യത്തെ, സന്തോഷത്തെ പരിശുദ്ധാത്മാവ് താങ്കളുടെ ജീവിതത്തിൽ മടക്കിത്തരും. യോസഫ് എന്ന ദൈവ മനുഷ്യൻ്റെ ജീവിത ചരിത്രത്തിൽ കഷ്ടനഷ്ട ശോധനകൾ അനുഭവിച്ച ഭാഗങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 37 മുതലുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ യോസഫ് കടന്നുപോയ വേദനാജനകമായ ഭാഗങ്ങൾ, സഹോദരന്മാരിൽ നിന്നുള്ള എതിർപ്പ്, സഹോദരന്മാരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ, വിവിധ നിലകളിൽ താൻ അനുഭവിച്ച വേദനകൾ അവിടെ വായിക്കുവാൻ കഴിയും. താൻ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ, ദർശനം കണ്ടതിൻ്റെ പേരിൽ, നിയോഗമുള്ളതിൻ്റെ പേരിൽ അനുഭവിച്ച ചില നിന്ദകൾ, പരിഹാസങ്ങൾ. അതേ പ്രിയരെ, താങ്കളുടെ മേലൊരു നിയോഗം ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ മേൽ ഒരു വലിയ വിളി ദൈവം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ, അത് മറ്റൊരാൾ അറിയുമ്പോൾ, മറ്റൊരാളോട് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മെ നിന്ദിച്ചേക്കാം, പരിഹസിച്ചേക്കാം. എന്നാൽ ദൈവമാണ് ആ നിയോഗം കൈമാറിയതെങ്കിൽ എത്തിക്കാമെന്ന് പറഞ്ഞെടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവിടെ വായിച്ചു കേട്ട ദൈവവചന ഭാഗം, സഹോദരന്മാരുടെ ക്ഷേമം അറിയുവാൻ ഇറങ്ങിപ്പോയ യോസഫിനെ ഇനി കാണുവാൻ കഴിയുമെന്ന് അപ്പൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സഹോദരന്മാരുടെ ക്ഷേമം അറിഞ്ഞു വരുവാൻ സഹോദരന്മാരുടെ അടുക്കിലേക്ക് യോസഫിനെ പറഞ്ഞു വിടുമ്പോൾ ഇനിയും ഇങ്ങനെ ഒരു കാഴ്ച കാണുവാൻ, ഈ യോസഫിനെ കാണുവാൻ കഴിയുമെന്ന് ആമിശ്രോതർ പ്രതീക്ഷിക്കാത്ത അപ്പൻ, സഹോദരന്മാർ തിരികെ വന്ന് പറയുന്ന മറുപടി, നിന്റെ മകനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൻ കൊടുത്ത അങ്കിയും അപ്പൻ്റെ കയ്യിലേക്ക് തിരികെ കൊടുക്കുന്നു. അതേ, നീ സ്നേഹത്തോടെ കൊടുത്ത അങ്കി മാത്രമേ ഉള്ളൂ, ആ മകൻ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, സഹോദരന്മാർ അപ്പൻ്റെ ഹൃദയത്തിൽ അപ്പനെ ബോധിപ്പിക്കുന്നത് തൻ്റെ കൂടപ്പിറപ്പായ, തങ്ങളുടെ സഹോദരനായ യോസഫിൻ്റെ ആ മരണം പറഞ്ഞ് ആ പെട്ടിക്ക് ആണിയടിക്കുന്ന ഒരു സംസാര ഭാഗം. വേദനയോടെ നെടുവീർപ്പിട്ട് കരയുന്ന യാക്കോബ് എന്തു ചെയ്യണമെന്നറിയാതെ, എന്തു മറുപടി പറയണമെന്ന് പോലും അറിയാതെ, ഇനി എൻ്റെ കുഞ്ഞിനെ, മകനെ കാണാൻ കഴിയത്തില്ലയോ എന്ന് വേദനപ്പെട്ടിരിക്കുന്നു. അതേ യാക്കോബ് 45-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും ചൈതന്യം പ്രാപിച്ച നിലകളിലേക്ക്
ദൈവം എടുത്തു കൊണ്ടുവന്നെങ്കിൽ, ദൈവം ഉപയോഗപ്പെടുത്തിയെങ്കിൽ, ഇന്നെൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി, എൻ്റെ സഹോദരങ്ങളെ നോക്കി ആത്മാവിൽ ഒരു പ്രവചന ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ലൈവിൽ ഈ സന്തോഷം ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇത് നഷ്ടമായി പോയി, ഇനി എൻ്റെ ജീവിതത്തിൽ എന്നൊരു നല്ല കാലം ഉണ്ടാകുമെന്ന് വേദനപ്പെട്ട് വേവലാതിയോടിരിക്കുന്ന പ്രിയമുള്ളവരെ, താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിച്ചിരിക്കാനല്ല, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, വേവലാതികൾ പറയാനല്ല, നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ മടക്കി തരാൻ കരുത്തുള്ള കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ചൈതന്യം പകരുന്ന, വീണ്ടും സന്തോഷം നൽകുന്നൊരു ദൈവത്തിൻ്റെ കരം. അത് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി മേഖലകൾക്കകത്ത്, സാമ്പത്തിക മേഖലകൾക്കകത്ത്, കുടുംബ സാഹചര്യങ്ങൾക്കകത്ത്, ആമീഷ്ട്രോത്രം ശുശ്രൂഷ മേഖലകൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ, ഇനി തിരികെ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ സന്തോഷത്തെ തിരികെ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മടക്കിത്തരുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത് വീണ്ടും ചൈതന്യം പ്രാപിച്ചു. എങ്ങനെയാണ് വീണ്ടും ചൈതന്യം പ്രാപിച്ചത്? മരണത്തിൻ്റെ വാർത്തയറിഞ്ഞ് ദുഃഖിച്ചിരുന്ന കാലങ്ങൾ, മരണവാർത്ത പറഞ്ഞപ്പോൾ വേദനയോടിരുന്ന സമയം തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്നു. എന്നാൽ മരിച്ചുപോയെന്ന് പറഞ്ഞ മകൻ്റെ രഥങ്ങൾ വീടിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ച. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവർ വിശ്വസിച്ച് ആമേൻ പറയാൻ തയ്യാറാകണം. എന്തിനാണ്? ആമേൻ മരിച്ചുപോയെന്ന് സഹോദരന്മാർ അപ്പനെ ധരിപ്പിച്ച അതേ മകൻ്റെ രഥങ്ങൾ ആമീഷ്ണോത്ര കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചു വരുന്ന യാക്കോബിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന അസാധാരണമായ കാഴ്ച കാണുകയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ആ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് എന്തിനെക്കുറിച്ചാണ് വേദനപ്പെട്ടിരിക്കുന്നത്? അങ്ങ് എന്തിനെക്കുറിച്ചാണ് വിലപിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയും ആമേഷ്ട്രോത്ര എൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്തിനെക്കുറിച്ചാണ് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഭാവിയെക്കുറിച്ച് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ എന്നെ കേൾക്കുന്നവർ? ആമേഷ്ട്രോത്രം. വിവിധമായ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും, വേദനപ്പെട്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു, വീണ്ടും സന്തോഷത്തെ മടക്കി തരുന്ന, വീണ്ടും ചൈതന്യം വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ കരം താങ്കൾക്ക് വേണ്ടി വെളിപ്പെടും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും. അതേ, മരിച്ചുപോയെന്ന് പറഞ്ഞ യോസഫ് മിസ്രൈമിലെ മന്ത്രിപദത്തിലേക്ക് എത്തുകയാണ്. മരിച്ചുപോയെന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങൾ, നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ചില വിധി എഴുത്തലുകൾ, ഇനി തിരികെ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ ശൈലികൾ, ഇനിയും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം, ചൈതന്യത്തിൻ്റെ അനുഭവം, നല്ല കാലം ലൈഫിൽ ഉണ്ടാകത്തില്ലെന്ന് വിലയിരുത്തിയ, വിധി എഴുതിയ ചില അനുഭവങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, വലിയ ദൈവപ്രവൃത്തിയും വലിയ ചൈതന്യവും താങ്കളുടെ ലൈഫിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.